ഹലോ മക്കളെ, 9ാം ക്ലാസ്സിലെ ഹിസ്റ്ററി ഫസ്റ്റ് ചാപ്റ്ററുമായിട്ടാണ് ഞാൻ വന്നിരിക്കുന്നത്. പാഠത്തിൻ്റെ പേരെല്ലാവർക്കും അറിയാവുന്നതാണ്, മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട്. പാഠത്തിൻ്റെ പേര് കേൾക്കുമ്പോൾ തന്നെ വളരെ ഈസി ആയിട്ട് തോന്നുന്നുണ്ടാവും. കാരണം നിങ്ങൾ 8ാം ക്ലാസ്സിൽ പഠിച്ച ആദ്യത്തെ പാഠം തന്നെയാണ് 9ലെയും ആദ്യത്തെ പാഠമായിട്ട് വന്നിട്ടുള്ളത്. ആദിമ മനുഷ്യൻ, ആൻഷ്യൻ മാനിൽ നിന്നും ആ ഒരു മോഡേൺ ഏജിലേക്കുള്ള ഓരോ ഘട്ടത്തിലൂടെയും കടന്നു പോകുന്ന മാറ്റങ്ങളാണ് അതിനകത്ത് പറയുന്നത്. പണ്ടത്തെ മനുഷ്യൻ കല്ലായിരുന്നു മെയിനായിട്ട് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇന്നത്തേക്ക് എത്തിയപ്പം എന്താണ് കൂടുതൽ ഉപയോഗിക്കുന്നത്? ഈ യുഗമാണ്, ഇലക്ട്രോണിക് യുഗമാണ് അല്ലേ. അപ്പോൾ ഓരോ ഘട്ടത്തിലുണ്ടായിരുന്ന മാറ്റങ്ങൾ നമുക്ക് ഈസി ആയിട്ട് നമുക്ക് പഠിക്കാം. ആരും വീഡിയോ സ്കിപ്പ് ചെയ്യാതെ ഇരിക്കുക, ഫുള്ളായിട്ട് കാണുക, ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മൾ ചാപ്റ്ററിലേക്ക് കടക്കുകയാണ്. ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ പേര് മൂവിങ് ഫോർവേഡ് ഫ്രം ദ സ്റ്റോൺ ഏജ്, ശിലായുഗത്തിൽ നിന്നും മുന്നോട്ട്. ഈ പാഠം തുടങ്ങുന്നത് നമ്മുടെ ജവഹർലാൽ നെഹ്റുവിൻ്റെ കൃതിയിലൊരു ഭാഗത്തിൽ നിന്നാണ്. ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ. ആ ഒരു കൃതിയിൽ അദ്ദേഹം പരാമർശിക്കുന്നത് ആദിമ മനുഷ്യനെ പറ്റിയാണ്, അതായത് ആൻഷ്യൻ മാനെ പറ്റിയാണ്. അതിൽ ആൻഷ്യൻ മാൻ കാട്ടുമൃഗങ്ങളിൽ നിന്നൊക്കെ രക്ഷ നേടാൻ വേണ്ടിയിട്ട് മെയിനായിട്ടും ഉപകരണങ്ങൾ ഉപയോഗിച്ചു എന്ന് പറയുന്നുണ്ട്. അവരെന്തൊക്കെ ഉപകരണങ്ങളായിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്? നിങ്ങളൊന്ന് പറഞ്ഞേ. ആക്സസ്, മഴ ഉപയോഗിച്ചിട്ടുണ്ടാവും. സ്പിയേഴ്സ്, കൊന്ത ഉപയോഗിച്ചിട്ടുണ്ടാവും അല്ലേ. ഇതൊക്കെ എന്തിനാണ് അവർ ഉപയോഗിച്ചത്? ഹണ്ടിങ്ങിനും ഫുഡ് ഗേദറിങ്ങിനും അല്ലേ, വേട്ടയാടാനും അതുപോലെ തന്നെ ഭക്ഷ്യ ശേഖരിക്കാനും ഒക്കെ ആയിരിക്കും അവർ ഇത്തരം ഉപകരണങ്ങളൊക്കെ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്. ഓക്കെ, ആദ്യകാലത്ത് ശില കൊണ്ടുള്ള ഉപകരണങ്ങളായിരുന്നു അവർ മെയിനായിട്ടും ഉപയോഗിച്ചത്. ശില കൊണ്ടെന്ന് പറയുമ്പോൾ സ്റ്റോൺ ഇംപ്ലിമെൻറ്റ്സ് ആണ് അവർ മെയിനായിട്ടും ഉപയോഗിച്ചത്. നമ്മളിപ്പോൾ കല്ലുകൊണ്ടുള്ള ആയുധങ്ങൾ എന്തെങ്കിലും ഉപയോഗിക്കാറുണ്ടോ? നിങ്ങൾ കമൻറ്റ് ചെയ്തേ. മാവിന് കല്ലെറിയായിരിക്കും അല്ലേ. എന്നാൽ ആദിമ മനുഷ്യൻ അവൻ്റെ മെയിൻ ഉപകരണം എന്തായിരുന്നു? ഇത്തരം കല്ലുകളായിരുന്നു. പുരാവസ്തു ഗവേഷകർ നമ്മുടെ മനുഷ്യചരിത്രത്തെ ഏതൊക്കെ രീതിയിലാണ് തരംതിരിച്ചിട്ടുള്ളത് നമുക്ക് നോക്കാം. സ്റ്റോൺ ഏജ്, മെറ്റൽ ഏജ്, ശിലായുഗം, ലോഹയുഗം എന്നിങ്ങനെയാണ് തിരിച്ചത്. അതിൽ ശിലായുഗത്തെ വീണ്ടും 3ആയി തിരിച്ചിട്ടുണ്ട്. പ്രാചീന ശിലായുഗം, മധ്യശിലായുഗം, നവീന ശിലായുഗം, പാലയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക് ഏജ്. മെറ്റൽ ഏജിനെ വീണ്ടും 2ആയി തിരിച്ചു. ബ്രോൺസ് ഏജ്, അയൺ ഏജ്, വെങ്കലയുഗം, ഇരുമ്പ് യുഗം. അതിൽ മനുഷ്യചരിത്രത്തിൻ്റെ ആദ്യ ഘട്ടമാണ് സ്റ്റോൺ ഏജ് അല്ലെങ്കിൽ ശിലായുഗം. മനുഷ്യൻ ഉപകരണങ്ങളും ആയുധങ്ങളും നിർമ്മിച്ചിരുന്നത് ഈ ഘട്ടത്തിൽ കല്ലുകൾ കൊണ്ടായിരുന്നു. ഈ ശിലായുഗ അല്ലെങ്കിൽ സ്റ്റോൺ ഏജിനെ നമ്മൾ വീണ്ടും 3ആയിട്ട് തിരിച്ചിട്ടുണ്ട്. പാലിയോലിത്തിക്, മെസോലിത്തിക്, നിയോലിത്തിക്. അതിൽ നമ്മൾ ഇന്ന് ആദ്യം തന്നെ പഠിക്കാൻ പോകുന്നത് പാലിയോലിത്തിക് ഏജിനെ പറ്റിയിട്ടാണ്, അതായത് പ്രാചീന ശിലായുഗത്തെ പറ്റിയാണ്. പാലിയോസ് ആൻഡ് ലിത്തോസ് എന്ന 2 വേർഡിൽ നിന്നാണ് പാലിയോലിത്തിക് എന്ന വേർഡ് ഡിറൈവ് ചെയ്ത് വന്നിട്ടുള്ളത്. അതിൽ പാലിയോസിൻ്റെ അർത്ഥം എന്താണ്? പ്രാചീനം അല്ലെങ്കിൽ ആൻഷ്യൻ്റ്. ലിത്തോസിൻ്റെ അർത്ഥം എന്താണ്? ശില അല്ലെങ്കിൽ സ്റ്റോൺ. അവിടെ അവർ മെയിനായിട്ടും ഉപയോഗിച്ചുകൊണ്ടിരുന്നത് പരിക്കൻ ശിലാ ഉപകരണങ്ങളായിരുന്നു. റഫ് സ്റ്റോൺ ടൂൾസാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ഈ ഉപകരണങ്ങളുടെ ഉപയോഗത്തിൽ 3 ഘട്ടങ്ങളായിരുന്നു ഉണ്ടായിരുന്നത്. ഒന്നാമത്തെ ഘട്ടം യൂട്ടിലൈസേഷൻ അല്ലെങ്കിൽ പ്രയോജനപ്പെടുത്തൽ. ലഭ്യമായ കല്ലുകൾ രൂപമാറ്റം വരുത്താതെ ഉപയോഗിച്ചിരുന്ന രീതിയെ വിളിച്ച പേരാണ്. രണ്ടാമത്തത് ഫാഷനിങ് അല്ലെങ്കിൽ രൂപമാറ്റം വരുത്തൽ. ലഭ്യമായ കല്ലുകളെ ആവശ്യാനുസരണം രൂപം മാറ്റം വരുത്തി ഉപയോഗിക്കുന്ന രീതിയാണിത്. മൂന്നാമത്തേത് സ്റ്റാൻഡേർഡൈസേഷൻ അല്ലെങ്കിൽ ക്രമവൽക്കരണം. ഓരോ ആവശ്യത്തിനും പ്രത്യേകതരം ഉപകരണങ്ങൾ നിർമ്മിക്കുന്ന രീതിയാണിത്. ആദിമ മനുഷ്യൻ വ്യത്യസ്ത ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ആ ഉപകരണങ്ങളുടെ ചിത്രങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് ഈ ടെക്സ്റ്റ് ബുക്കിലുള്ള ഈ ചിത്രങ്ങൾ കാണുമ്പം എന്തിനൊക്കെ ആയിരിക്കാം ഉപയോഗിച്ചിട്ടുണ്ടാവുക എന്ന് ഏകദേശം ഒരു ധാരണയുണ്ടാവും. എന്തിനായിരിക്കും ഇത്തരം ഉപകരണങ്ങൾ ഉപയോഗിച്ചിട്ടുണ്ടാവുന്നത്? വെട്ടിമുറിക്കാൻ വേണ്ടിയിട്ട് അല്ലേ. പിന്നെ മൃഗത്തിനെ ആക്രമിക്കാൻ വേണ്ടിയിട്ട്, അങ്ങനെ പല ആവശ്യങ്ങൾക്കും അവർ ഉപയോഗിച്ചിട്ടുണ്ട് അല്ലേ. ഏതൊക്കെ തരത്തിലുള്ള കല്ലുകളാണത്? ഉരുളൻ കല്ലുകളുണ്ട്, വെട്ടിമുറിക്കാൻ പാകത്തിലുള്ള ഉപകരണങ്ങളുണ്ട്, ബ്ലേഡ് സാങ്കേതിക രീതിയിൽ നിർമ്മിച്ച ശിലാ ഉപകരണങ്ങളുണ്ട് അല്ലേ. നിങ്ങൾ ചിത്രത്തിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്കത് കൃത്യമായിട്ട് എൻ്റെ ആ ഷേപ്പ് കൃത്യമായിട്ട് നിങ്ങൾക്കത് മനസ്സിലാക്കാൻ സാധിക്കും. മനുഷ്യൻ കല്ലുകൾ കൊണ്ട് മാത്രമല്ല അസ്ഥികൾ കൊണ്ടുള്ള ഉപകരണങ്ങൾ ഉണ്ടാക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. എന്താല്ലേ മനുഷ്യൻ ഓരോ ഘട്ടത്തിലും എന്തൊക്കെ മാറ്റങ്ങളാണ് മനുഷ്യൻ കണ്ടുപിടിച്ചുകൊണ്ടിരിക്കുന്നത് അല്ലേ. ഇനി പ്രാചീന മനുഷ്യരുടെ കലാസൃഷ്ടികളുടെ ചിത്രങ്ങളാണ് നിങ്ങൾ ഈ കാണുന്നത്. നമ്മൾ വരച്ചു വെക്കുമല്ലോ ഓരോ മതിലിൻ്റെ മണ്ടേമലൊക്കെ, അതേപോലെ അന്നത്തെ മനുഷ്യൻ ഗുഹകൾക്കുള്ളിലൊക്കെ അതിമനോഹരമായ ചിത്രങ്ങളാണ് വരച്ചതെന്ന് നമുക്ക് ഇതിൽ നിന്നും മനസ്സിലാക്കാവുന്നതാണ്. ഈ ചിത്രങ്ങളിൽ നിങ്ങൾക്ക് എന്തൊക്കെയാണ് മനസ്സിലാക്കാൻ പറ്റുന്നത്?
ആ ഒഴുക്കൻ വരയിലാണ് അവർ ചിത്രം വരച്ചിട്ടിരിക്കുന്നത്. ഇനി ശില്പങ്ങളുണ്ട്, മൃഗത്തിൻ്റെയും സ്ത്രീകളുടെയും രൂപങ്ങൾ അതിനകത്തുണ്ട് അല്ലേ. ഈ ചിത്രങ്ങളെല്ലാം പ്രാചീന മനുഷ്യൻ്റെ കലാവൈദഗ്ധ്യങ്ങളുടെയും ആചാരാനുഷ്ഠാനങ്ങളുമായി ബന്ധപ്പെട്ടാണ് കിടക്കുന്നത്. ചിത്രങ്ങൾ വരയ്ക്കാനായി വിവിധ നിറങ്ങൾ അവർ ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നു. ചെടികൾ, മരത്തിൻ്റെ തോല്, കായ്കൾ എന്നിവ അരച്ച് ചേർത്ത് റെഡ് സ്റ്റോൺ പൗഡർ ചേർത്തായിരുന്നു അവർ നിറങ്ങൾ ഉണ്ടാക്കിയിരുന്നത്. എന്താണ് അല്ലേ അവരുടെ ബുദ്ധി വൈഭവം എന്ന് പറയുന്നത് അല്ലേ. സൂര്യപ്രകാശം എത്താത്ത ഗുഹകളിൽ വരെ അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. ഗുഹയുടെ ഭിത്തിയിൽ വരെ, മേൽക്കൂര ഉയർന്ന ഭാഗത്ത് വരെ അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നു. കൽസൂചികളും കൂർത്ത ആയുധങ്ങളും ഉപയോഗിച്ചായിരുന്നു അവർ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടായിരുന്നത്. വളരെ പ്രത്യേകതയാണല്ലേ. ഇത്രയും പുരോഗതി തുടങ്ങുന്ന കാലഘട്ടമാണ്. ആ ഘട്ടത്തിൽ അവരിങ്ങനെയൊക്കെ ചിത്രം വരയ്ക്കുക എന്ന് പറയുമ്പം ഓരോ ഘട്ടം കഴിയുമ്പോഴും മനുഷ്യ വളർച്ചയുടെ ആ ഒരു ഘട്ടമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അല്ലേ. അപ്പോൾ നിങ്ങൾ ആ ചിത്രങ്ങളൊക്കെ സൂക്ഷ്മമായി നിരീക്ഷിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിലുള്ള വ്യത്യാസം മനസ്സിലാക്കാൻ സാധിക്കും. നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലെ ഈ ഒരു ചാർട്ട് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും അല്ലേ. ഈ ഒരു ടോപ്പിക്ക് പഠിച്ചാൽ നിങ്ങൾക്ക് പാലിയോലിത്തിക്കുമായി ബന്ധപ്പെട്ട എല്ലാ പോയിന്റും നിങ്ങൾ പഠിച്ചു. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, നന്നായിട്ട് പഠിക്കുക. അതായത് പാലിയോലിത്തിക് അല്ലെങ്കിൽ പ്രാചീന ശിലായുഗത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകതകളെല്ലാമാണ് ഈ ഒരു ടോപ്പിക്കായിട്ട് കൊടുത്തിട്ടുള്ളത്. എന്തൊക്കെയാണുള്ളത് നമുക്ക് നോക്കാം. മനുഷ്യൻ ഉപയോഗിച്ചത് പരുക്കൻ കല്ലുകളാണ്. റഫ് സ്റ്റോൺ ടൂൾസാണ് അവർ ഉപയോഗിച്ചത്. ഗുഹകളിലും തുറസായ സ്ഥലങ്ങളിലുമാണ് അവർ താമസിച്ചത്. നമ്മളെപ്പോലെ വീട് വെച്ച് താമസിച്ചതാണോ? അല്ല, അവർ കേവ്സിലൊക്കെ ആയിരുന്നു താമസിച്ചിട്ടുണ്ടായിരുന്നത്. വേട്ടയാടലും ശേഖരണവുമായിരുന്നു അവരുടെ മെയിനായിട്ടുള്ള ഉപജീവന മാർഗം. അതായത് ഹണ്ടിങ് ആൻഡ് ഫുഡ് ഗേദറിങ് ആയിരുന്നു അവർ ചെയ്തുകൊണ്ടിരുന്നത്. അതായത് ആണുങ്ങൾ എന്താ ചെയ്തത്, അവർ വേട്ടയാടുകയാണ് ചെയ്തത്. സ്ത്രീകളോ ശേഖരിക്കുകയാണ് ചെയ്തത്. അവർ ബാൻഡുകളായിരുന്നു അവരുടെ സമൂഹത്തിൻ്റെ അടിസ്ഥാനം എന്ന് പറയും. 100-ൽ താഴെ അംഗങ്ങൾ വരുന്ന ചെറു സമൂഹത്തെ വിളിച്ച പേരാണ് ബാൻഡുകൾ. ആദിമ മനുഷ്യൻ ഭക്ഷണങ്ങൾ സംഭരിച്ച് വെച്ചിട്ടുണ്ടായിരുന്നില്ല. അവർ കാട്ടിപ്പോയി വേട്ടയാടി അങ്ങനെ കഴിച്ച് ശീലിക്കുന്നതായിരുന്നു. സ്റ്റോറേജ് ഉണ്ടായിരുന്നില്ല അവർക്ക്. ഇനി അവർ നാടോടി ജീവിതമായിരുന്നു നയിച്ചത്. അതായത് നൊമാഡിക് ലൈഫ്. അലഞ്ഞു തിരിഞ്ഞ് നടക്കുക, എവിടെയാണോ എത്തുന്നത് അവിടെ താമസിക്കുക, ഗുഹകളിൽ താമസിക്കുക. നമ്മളെ മാതിരി രാവിലെ പോയാൽ വൈകുന്നേരം തിരിച്ച് വീട്ടിലെത്തണം അങ്ങനത്തെ രീതിയല്ല. അവരെവിടെയാണോ എത്തുന്നത് അവിടെ താമസിക്കുക. ഗുഹകളിലും അവർക്ക് സ്ഥിരമായ ഒരു വാസസ്ഥലം ഉണ്ടായിരുന്നില്ല. അതുകൊണ്ട് അവർ നാടോടികളെ പോലെ അലഞ്ഞു തിരിഞ്ഞായിരുന്നു ജീവിച്ചിട്ടുണ്ടായിരുന്നത്. വളരെ സിമ്പിളായിട്ടുള്ളൊരു ടോപ്പിക്കാണ് നമ്മൾ ഇന്ന് പഠിച്ചത്. ഇതിൻ്റെ ബാക്കി ഭാഗവുമായി നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണാം. താങ്ക്